ഇന്ന് നമുക്ക് ഒരു ക്യാൻവാസ് പെയിൻറ്റിങ് പഠിക്കാം. അതിനായിട്ട് ഒരു സ്ട്രെച്ച്ഡ് ക്യാൻവാസ് എടുത്തതിന് ശേഷം ഒരു ട്രീയുടെ പിക്ചർ വരച്ച് ഇവിടെ പ്രാക്ടീസ് ചെയ്യാണ്. നിങ്ങൾ പല പ്രാവശ്യം വരച്ച് പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ട്രീയുടെ പിക്ചർ വരയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അക്രിലിക് പെയിൻ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ബ്രഷ് റൗണ്ട് ബ്രഷാണ്. ഇതുപോലെ ബ്രാഞ്ചസ് വി ഷേപ്പ് ഇട്ട് ബ്രാഞ്ചസ് വരയ്ക്കുക. ബ്രാഞ്ചിൻ്റെ ലൈൻസ് നീട്ടി വരച്ചതിന് ശേഷം ബ്രാഞ്ചസ് എക്സ്റ്റെൻഡ് ചെയ്ത് പല ഭാഗത്തേക്കും നമുക്ക് ഇങ്ങനെ ബ്രാഞ്ചസ് വരയ്ക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചിട്ട് പിന്നീട് കളർ ചെയ്താൽ മതിയാകും. ഞാൻ പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ ക്യാമറയിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നേരിട്ട് വരയ്ക്കുന്നത്. ആദ്യം ബ്രാഞ്ചസ് ഇതുപോലെ വരച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ആ ലീഫുള്ള സ്ഥലം വരയ്ക്കുകയാണ്. ഇലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ആൽമരമാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. അക്രിലിക് പെയിൻ്റാണ് ഇതെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ച അതേ ഭാഗം തന്നെയാണ് ഞാൻ ഇന്നിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. വെക്കേഷൻ സമയത്ത്, ക്രിസ്മസ് വെക്കേഷൻ വരാറായല്ലോ. വെക്കേഷൻ സമയത്ത് കൂട്ടുകാരെല്ലാം ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്ത് ടീച്ചറിനെ അയച്ചു തരണം. ഇനി ആൽമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളികൾ വരയ്ക്കുകയാണ്. ബനിയൻ ട്രീ കാണാത്ത കൂട്ടുകാരൊന്നും കാണത്തില്ലല്ലോ. ഇതുപോലെ വള്ളികൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ബുക്കിൽ ആദ്യം വരച്ചൊന്ന് നോക്കിയതിന് ശേഷം ക്യാൻവാസിലോട്ട് വരച്ചാലും മതിയാകും. ആദ്യം ഡാർക്ക് ഗ്രീൻ കളർ എടുത്ത് അപ്ലൈ ചെയ്യുകയാണ്. ഇതുപോലെ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ ചെയ്യുകയാണ്. ഇപ്പോൾ ചെയ്യുന്നത് ഡാർക്ക് ബ്ലൂ കളറാണ്. അത് ഷാഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള കളറാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഡാർക്ക് ബ്ലൂ കളർ, അതിന് പേഴ്ഷ്യൻ ബ്ലൂ ആയിരിക്കും നമ്മൾ കൂടുതലും കളർ ബോക്സുകളിൽ കാണുന്നത്. ആദ്യം ഷാഡോയുടെ പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഇതുപോലെ വരച്ച് കംപ്ലീറ്റ് ചെയ്യുക. എല്ലാ സ്ഥലവും ഇത് ചെയ്തതിന് ശേഷം ആ ക്യാൻവാസിൻ്റെ സൈഡിലുള്ള ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ട്രീയുടെ ബ്രാഞ്ചസിൽ ഉള്ള ഭാഗങ്ങൾ കുറച്ച് വരച്ചു. പിന്നീട് സ്കൈയുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. സ്കൈയുടെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ജിഷയും വേറെ പല കുട്ടികളും എന്നെ ഇത് വരയ്ക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ പ്രണവും കൂടി വന്നിട്ടുണ്ട്. അവർ 3 പേരും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജിഷയും പ്രണവും കൂടി ചേർന്ന് ഞാനും കൂടി ചേർന്നപ്പോഴാണ് 3 പേര്. അതിനിടയ്ക്ക് ക്യാമറ എടുത്ത ആൾ തിരിച്ചെടുത്തു. അപ്പോഴാണ് പിക്ചർ തിരിഞ്ഞ് കാണുന്നത്. ഈ ക്യാമറ എടുക്കുന്ന നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെയാണ്. വീഡിയോ എടുക്കുന്നതേ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ തന്നെയാണ്. അവന്മാരെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിൽ വന്ന പ്രശ്നമാണ് ഇതിൽ കാണുന്നത്. ആദ്യം പ്രണവ്
വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് വളരെ ക്ലിയറായിരുന്നു. ഇപ്പോഴ് ആ വീഡിയോ എടുത്ത ആളിന് കറക്റ്റായിട്ട് മനസ്സിലായി. ഓരോരുത്തരായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, ടീച്ചർ എനിക്കും വരയ്ക്കണമെന്ന്. പക്ഷെ എല്ലാവരെയും കൊണ്ട് വരപ്പിക്കാനൊക്കത്തില്ലല്ലോ. അപ്പം ഞാൻ പ്രണവിനെ കൊണ്ട് ഗ്രൗണ്ടിലുള്ള ഭാഗം കളർ ചെയ്യിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് യെല്ലോ ഓക്കറാണ്. യെല്ലോ ഓക്കർ യെല്ലോയിൽ കുറച്ച് ഡാർക്ക് കളറാണ്. മണ്ണിൻ്റെ കളർ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ ഓക്കറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അത്രയും സ്ഥലം ഫിനിഷ് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ ഞാൻ ചെയ്യുന്നത് ഡാർക്ക് ഗ്രീൻ കളറെടുത്ത് അപ്ലൈ ചെയ്യുകയാണ്. ഡാർക്ക് ഗ്രീൻ കളറ് അടുത്ത് നമ്മളുടെ സ്റ്റുഡൻസ് തന്നെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ തയ്യാറായി അവർ വന്നിട്ടുണ്ട്. പ്രണവ് ബാക്കിലുള്ള സ്ഥലം കംപ്ലീറ്റ് ചെയ്യാണ്. അവർ പറയുന്നത് നമുക്ക് താഴോട്ടും കൂടി സ്കൈയുടെ കളർ അപ്ലൈ ചെയ്യാമെന്നാണ്. പിന്നെ ഞങ്ങളുടെ പ്ലാൻ മാറ്റി. താഴെ സ്കൈയുടെ കളർ വരില്ല, അവിടെ കുറച്ച് ബുഷസ് വരയ്ക്കാം. അത് നമുക്ക് പല സ്റ്റെപ്പുകളായി വരയ്ക്കാം എന്ന് പറയുകയാണ്. ഇതിനിടയിൽ പലർക്കും ആവശ്യമുണ്ട് കളർ ചെയ്യണമെന്നുള്ളത്. അപ്പം അടുത്തത് മറ്റൊരാൾ അവിടെ വന്നിട്ടുണ്ട്. ജിഷയ്ക്കും പ്രണവിനും ശേഷം നന്നായിട്ട് ചെയ്യുന്നത് സർവേശാണ്. അങ്ങനെ സർവേശിനെ കൊണ്ട് അടുത്ത ലൈറ്റ് ഗ്രീൻ കളറ് അപ്ലൈ ചെയ്യിക്കുകയാണ്. സർവേശ് സ്റ്റാൻഡിൻ്റെ ക്യാൻവാസിൻ്റെ ഭാഗം മറയാതെ സർവേശ് കുനിഞ്ഞിരുന്ന് പെയിൻറ്റ് ചെയ്യുകയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പിക്ചർ വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് മരത്തിൻ്റെ ട്രങ്കിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്യാം. ആദ്യം ട്രീയുടെ ട്രങ്കിൻ്റെ ലൈറ്റ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നു. ലൈറ്റ് പോർഷൻസ് എല്ലാം വരയ്ക്കുന്നത് യെല്ലോ ഓക്കർ കൊണ്ടാണ്. യെല്ലോ ഓക്കർ വെച്ചിട്ട് ഞാൻ ആ ഭാഗങ്ങളെല്ലാം ഫിനിഷ് ചെയ്തു. പിന്നെ ഡാർക്ക് ബ്രൗൺ എടുത്ത് അതിൻ്റെ ഷെയ്ഡ് ഭാഗം കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിനിടയിൽ ക്ലാസ്സിലിരിക്കുന്ന പലർക്കും തന്നെ ആഗ്രഹം പറയുന്നുണ്ട്, ഞങ്ങൾക്കും വന്ന് വരയ്ക്കണമെന്ന്. പലർക്കും വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവരും കൂടി വന്നാൽ അവിടെ വരയ്ക്കുന്നത് റെഡിയാവത്തില്ല. അതുകൊണ്ട് അവരോടെല്ലാം അവിടെ ഇരുന്ന് കാണാൻ വേണ്ടി പറഞ്ഞിട്ട് അവരെ ഇരുത്തിയിട്ട് ഞങ്ങൾ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇനി നമുക്ക് ഡാർക്ക് ബ്ലൂ കളർ എടുത്ത് ആ മരത്തിൻ്റെ താഴെയുള്ള ഇലകൾ ഡാർക്ക് ഷെയ്ഡ് ഇലയുടെ ഷേപ്പിൽ തന്നെ ചെറുതായിട്ട് ഇലയുടെ ഷേപ്പൊക്കെ കൊടുത്ത് ചെയ്യുകയാണ്. ഇലയുടെ ഷേപ്പ് കൊടുത്ത് അവിടെ ഡാർക്ക് ബ്ലൂ കളർ പേഴ്സിയൻ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. ഇടയ്ക്ക് ബ്രൗണും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ കുട്ടികളോട് ഞാൻ പറഞ്ഞു കൊടുത്തു, വെളിയിൽ പോയി നോക്കിയാൽ മരത്തിൻ്റെ ഇലകൾ ഗ്രീനാണെങ്കിലും ലൈറ്റ് അടിക്കുന്ന ഭാഗം യെല്ലോ കളറിലും അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളറിലും മറ്റേ ഭാഗം ഡാർക്ക് ഗ്രീൻ കളറിലും കാണാമെന്ന്. അന്നത്തെ ദിവസത്തെ വർക്കൊക്കെ പൂർത്തിയായി. പിന്നീട് പിറ്റേ ദിവസമാണ് ഞാനതിൻ്റെ ബാക്കി ഭാഗം ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കുട്ടികളാരും തന്നെ അവിടെ ഇല്ല.
അവർക്കന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ തനിച്ചാണ് പിന്നീടുള്ള ഭാഗം പൂർത്തിയാക്കിയത്. ബുഷസ് വരയ്ക്കുകയാണ്. മരത്തിൻ്റെ താഴെയുള്ള ബുഷ് വരയ്ക്കുകയാണ്. മരത്തിൽ വന്നിട്ടുള്ള ആ ലൈറ്റ് പോർഷൻസൊന്നും, ലൈറ്റ് ഗ്രീൻ കളറോ യെല്ലോ കളറോ ഒന്നും ബുഷസിൽ കൊടുക്കുന്നില്ല. കാരണം അത് കുറച്ച് ദൂരെയുള്ള ഭാഗമാണ്. അപ്പോൾ പെർസ്പെക്റ്റീവ് കറക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് ബുഷസ് ഡാർക്കായിട്ട് തന്നെ വിട്ടു. പിന്നെ അതിലുള്ള കുറച്ച് ഡാർക്കുകൾ കൂടി നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. അതിന് ഡാർക്ക് പേഴ്സിയൻ ബ്ലൂവും ബ്ലാക്ക് കളറും ഒക്കെ എടുത്തിട്ടാണ് ബാക്കിലുള്ള ഷാഡോ എഫക്റ്റിലുള്ള ലീഫ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എനിക്കിന്ന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടികൾ ആരും തന്നെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആ ബുഷസിൻ്റെ ബാക്കിലുള്ള ആ ബ്ലൂ കളറും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ആ ഗ്രീൻ കളർ എടുത്തിട്ട് ആ ബ്രാഞ്ചസിലുള്ള ലീവ്സ് കുറച്ചുകൂടി വലിപ്പം കൂട്ടി വരയ്ക്കുകയാണ്. എങ്കിലല്ലേ അതൊരു വലിയ ബനിയൻ ട്രീ ആവുകയുള്ളൂ. ഇന്നലത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അതിൽ ലീവ്സ് ചെറുതായിട്ട് വരച്ച് കൊടുക്കാനാണ്. പക്ഷേ ഇന്ന് മനസ്സിലായി അത് അങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ല. അത് ദൂരെ കാഴ്ചയിൽ ഇങ്ങനെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴും ഇതുപോലെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഞാൻ മിക്കവാറും എല്ലാവർക്കും ഞാൻ ക്യാൻവാസ് പെയിൻറ്റിങ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ആ ക്യാൻവാസ് പെയിൻറ്റിങ് പഠിപ്പിച്ചവരെല്ലാം തന്നെ ധൈര്യമായിട്ട് ഒരു ക്യാൻവാസ് വാങ്ങി ഈ പിക്ചർ ചെയ്തു തുടങ്ങണം. പിന്നെ എന്തെങ്കിലും തെറ്റ് വന്നാൽ പോലും നിങ്ങൾ ഭയപ്പെടണ്ട. ടീച്ചർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് തിരുത്തി തരുന്നതാണ്. ഇനി നമുക്ക് ബാക്കി ഉള്ള ആ ഡാർക്ക് പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്യുകയാണ്. ബ്രൗൺ കളറും കൊണ്ട് ആ ട്രങ്കിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാണ്. അവിടെ ലൈറ്റ് ഇല്ലാതെ ഷെയ്ഡ് വന്നിട്ടുള്ള സ്ഥലത്താണ് അവിടെ ബ്രൗൺ കളർ അപ്ലൈ ചെയ്തത്. ഇനി ബ്ലാക്ക് എടുത്ത് അതിൽ ഒരു ഹൈ ഷെയ്ഡ് കൊടുക്കുകയാണ്. ഹൈ ഷെയ്ഡെന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ഷെയ്ഡായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ബ്ലാക്ക് കൊണ്ട് ചെയ്യുകയാണ്. ലൈറ്റ് വന്നിട്ടുള്ള ഒരു ഭാഗത്തും ഈ ഹൈ ഷെയ്ഡ് വരത്തില്ല, അത് പ്രത്യേകം ഓർമ്മിക്കണം. ഇതൊരു സിമ്പിളായിട്ടുള്ള പിക്ചറാണ്. ഇതൊരു വലിയൊരു ആർട്ട് വർക്കായിട്ടൊന്നും എടുക്കാനൊക്കത്തില്ല. എല്ലാ കൂട്ടുകാർക്കും ചെയ്യാൻ എളുപ്പത്തിലുള്ള ഒരു പിക്ചറാണ് ഞാൻ ഇന്ന് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. ക്രിസ്മസ് ടൈമിൽ നിങ്ങൾ ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്ത് ഇനി ക്ലാസ്സിൽ വരുന്ന സമയത്തിന് മുൻപേ തന്നെ എനിക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചു തരണം. എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം. ഇനി നല്ല സ്പീഡിൽ തന്നെ അതിൽ വേണ്ട പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി തറയുടെ ഭാഗത്ത് യെല്ലോ കളറ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി 2-3 പാറക്കല്ലുകൾ സ്റ്റോൺ കിടക്കുന്നത് വരയ്ക്കുകയാണ്. അതിനുവേണ്ടി ബ്ലാക്ക് കൊടുത്തു, ബ്രൗൺ കൊടുത്തു, പിന്നെ യെല്ലോ ഓക്കർ കൊടുത്തു. പിന്നെ താഴെ ഗ്രൗണ്ടിൻ്റെ ഭാഗം കുറച്ച് സ്ഥലം ഗ്രീനായിട്ട് ഗ്രീൻ ഗ്രാസുകളും ബാക്കി ഇവിടെ തന്നെ ഗ്രാസ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് അപ്ലൈ ചെയ്യുകയാണ്. കുറച്ച് സ്ഥലം കൂടി ഇവിടെ ഇതുപോലെ വരച്ചു. നമുക്ക് കുറച്ച് ദൂരെയുള്ള ഒരു പെയിൻറ്റിങ്ങാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് കാണത്തില്ല. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് ബേഡിനെ വരയ്ക്കുകയാണ്.
2 ബേർഡ് മരത്തിൽ ഇരിക്കുകയും 2 ബേർഡ് പറന്നു പോകുന്നതും വരച്ചു. ഇവിടെ ഒരു ബേർഡ് പറന്നു പോവുകയാണ്. അതും നമുക്ക് വരയ്ക്കാം. ഇവിടെ ഇനി കുറച്ച് ലീവ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്. 2 കുഞ്ഞു ബേർഡ് കൂടി വരച്ചിട്ടുണ്ട്. ഇനി ബ്രൗൺ കളർ എടുത്തിട്ട് മരത്തിൽ നിന്ന് വരുന്ന വള്ളികൾ ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഒരു ഷാഡോ എഫക്റ്റും ലൈറ്റ് എഫക്റ്റും വരുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. നല്ല സ്പീഡിലാണ് വർക്കെങ്കിൽ നിങ്ങളിത് പോസ് ചെയ്ത് വച്ച് കണ്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ സ്ലോ സ്പീഡിലിട്ട് കണ്ട് മനസ്സിലാക്കി വേണം വരയ്ക്കാൻ. ഇനി ബാക്കിലുള്ള ബുഷസ് വരയ്ക്കുകയാണ്. അതിന് ഡാർക്ക് ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. പെർസ്പെക്റ്റീവ് അനുസരിച്ച് ഫ്രണ്ടിലുള്ള ഓബ്ജക്റ്റ് ക്ലിയറായിട്ട് കാണുകയും ബാക്കിലോട്ട് പോകുമ്പോൾ അത് സ്കൈയുടെ കളറുമായിട്ട് മിക്സ് ചെയ്ത് വേണം കാണേണ്ടത്. ഇതാണ് അവിടെ വരച്ചിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം.